أعوذ بالله من الشيطان الرجيم وأنزلنا إليك الكتاب بالحق مصدقا لما بين يديه من الكتاب ومهيمنا عليه فاحكم بينهم بما أنزل الله ولا تتبع أهواءهم عما جاءك من الحق لكل جعلنا منكم شرعة ومنهاجا ولو شاء الله لجعلكم أمة واحدة ولكن ليبلوكم فيما آتاكم فاستبقوا الخيرات إلى الله مرجعكم جميعا فينبئكم بما كنتم فيه تختلفون. നബിയെ, നിനക്കും നാം യഥാർത്ഥ പ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അതിൻ്റെ മുമ്പിലുള്ള വേദഗ്രന്ഥത്തെ ശരിവെച്ച് സത്യപ്പെടുത്തുന്നതായിക്കൊണ്ടും അതിൽ മേൽനോട്ടം ചെയ്യുന്നതായിക്കൊണ്ടും. ആകയാൽ അള്ളാഹു അവതരിപ്പിച്ചത് പ്രകാരം അവർക്കിടയിൽ നീ വിധിച്ചുകൊള്ളുക. നിനക്ക് വന്നിട്ടുള്ള യഥാർത്ഥത്തെ വിട്ട് അവരുടെ ഇച്ഛകളെ നീ പിൻപറ്റുകയും ചെയ്യരുത്. നിങ്ങളിൽ എല്ലാവർക്കും തന്നെ ഓരോ നിയമ നടപടിക്രമവും ഓരോ തുറന്ന കർമ്മമാർഗവും നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെയെല്ലാം അവൻ ഒരേ സമുദായമാക്കുക തന്നെ ചെയ്യുമായിരുന്നു. എങ്കിലും നിങ്ങൾക്ക് അവൻ നൽകിയിട്ടുള്ളതിൽ നിങ്ങൾ പരീക്ഷണം ചെയ്യുവാൻ വേണ്ടിയത്രേ അങ്ങനെ ചെയ്യാതിരുന്നത്. അതിനാൽ നല്ല കാര്യങ്ങൾക്ക് മത്സരപൂർവം മുൻകടന്നു വരുവിൻ. അള്ളാഹുവിങ്കലേക്കാണ് നിങ്ങളുടെ എല്ലാം മടങ്ങിവരവ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഏതൊന്നിൽ ഭിന്നാഭിപ്രായത്തിലായിരുന്നുവോ അതിനെപ്പറ്റി അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ്. വാക്കർത്ഥങ്ങൾ: വ അൻസൽന, നാം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, ഇലൈക, നിന്നിലേക്ക്, നിനക്ക്, അൽ കിതാബ, വേദഗ്രന്ഥം, ബിൽ ഹഖ്, യഥാർത്ഥ പ്രകാരം, മുസദ്ദിഖൻ, സത്യപ്പെടുത്തിക്കൊണ്ട്, ലിമാ ബൈന യദൈഹി, അതിൻ്റെ മുമ്പിലുള്ളതിനെ, മിനൽ കിതാബി, വേദഗ്രന്ഥമാകുന്ന ഗ്രന്ഥത്തിൽ നിന്നും, വ മുഹൈമിനൻ, മേൽനോട്ടം ചെയ്യുന്നതായും മേലന്വേഷണം വഹിച്ചുകൊണ്ടും കാവൽക്കാരനായും, അലൈഹി, അതിൻ്റെ മേൽ, അതിൽ, ഫഹ്കും, അതിനാൽ നീ വിധിച്ചുകൊള്ളുക, ബൈനഹും, അവർക്കിടയിൽ, ബിമാ അൻസല, അവതരിപ്പിച്ചതുകൊണ്ട് പ്രകാരം, അല്ലാഹു സുബ്ഹാനഹു വ തആല, വലാ തത്തബിഅ, നീ പിൻപറ്റുകയും തുടരുകയും ചെയ്യരുത്, അഹ്വാഅഹും, അവരുടെ ഇച്ഛകളെ, അമ്മാ ജാഅക, നിനക്ക് വന്നതിനെ വിട്ട്, മിനൽ ഹഖ്, യഥാർത്ഥമാകുന്ന യഥാർത്ഥത്തിൽ നിന്ന്, ലികുല്ലിൻ, എല്ലാവർക്കും തന്നെ, ജഅൽന, നാം ആക്കി ഏർപ്പെടുത്തിയിരിക്കുന്നു, മിൻകും, നിങ്ങളിൽ നിന്ന്, ശിർഅതൻ, ഒരു അല്ലെങ്കിൽ ഓരോ നടപടിക്രമം, നിയമമാർഗം, വമിൻഹാജൻ, ഓരോ തുറന്ന മാർഗവും പ്രത്യക്ഷ വഴിയും, വലൗ ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ലജഅലകും, നിങ്ങളെ അവൻ ആക്കുക തന്നെ ചെയ്യുമായിരുന്നു, ഉമ്മതൻ വാഹിദതൻ, ഏക സമുദായം, വലാകിൻ, എങ്കിലും, ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷണം ചെയ്യുവാൻ വേണ്ടിയാകുന്നു, ഫീമാ ആതാക്കും, നിങ്ങൾക്കവൻ നൽകിയതിൽ, ഫസ്തബിഖൂ, അതിനാൽ നിങ്ങൾ മുൻകടന്നു വരുവിൻ, മുൻകടക്കുവാൻ ശ്രമിക്കുവിൻ, അൽ ഖൈറാത്തി, നല്ലവക്ക്, നല്ല കാര്യങ്ങളിലേക്ക്, ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്കാണ്, മർജിഉക്കും, നിങ്ങളുടെ മടക്കം, മടങ്ങുന്ന സ്ഥാനം, മടങ്ങി വരവ്, ജമീഅൻ, മുഴുവനും, എല്ലാവരുടെയും, ഫയുനബ്ബിഉക്കും, അപ്പോഴവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും, ബിമാ കുൻതും, നിങ്ങളായിരുന്നതിനെപ്പറ്റി, ഫീഹി, അതിൽ, തഖ്തലിഫൂന, നിങ്ങൾ ഭിന്നാഭിപ്രായത്തിലായിരിക്കും, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. തൗറാത്തിനെയും ഇഞ്ചീലിനെയും കുറിച്ച് വിവരിച്ച ശേഷം ഖുർആനെയും അതിൻ്റെ സവിശേഷതകളെയും കുറിച്ച് പ്രസ്താവിക്കുകയാണ്. ആ രണ്ട് വേദഗ്രന്ഥങ്ങളും എന്ന പോലെ ഖുർആനാകുന്ന വേദഗ്രന്ഥവും അള്ളാഹു തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആശയക്കുഴപ്പത്തിനോ സംശയത്തിനോ അവകാശമില്ലാത്ത വിധം സത്യയാഥാർത്ഥ്യങ്ങളും ന്യായയുക്തങ്ങളുമായ കാര്യങ്ങളാണ് അതിലുള്ളത്. അതിൻ്റെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ അത് നിഷേധിക്കുകയോ ഖണ്ഡിക്കുകയോ ചെയ്യുന്നില്ല. അവയെ ശരിവെക്കുകയും അവയുടെ സത്യത സ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനാൽ അതിനു പുറമെ അവയെ സംബന്ധിച്ച് ഒരു മേൽനോട്ടവും അവയുടെ ഒരു സംരക്ഷണവും കൂടിയാണ് ഖുർആൻ.
ഏതെങ്കിലും തരത്തിലുള്ള കൈക്കടത്തൽ മുഖേനയോ ദുർവ്യാഖ്യാനങ്ങൾ വഴിയോ അവയിൽ ഏർപ്പെട്ടിട്ടുള്ള വൈകല്യങ്ങളെയും അവയുടെ അനുയായികളാൽ പൂഴ്ത്തിവെക്കപ്പെട്ട ഭാഗങ്ങളെയും അത് വെളിക്ക് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ അവയുടെ സാക്ഷാൽ ദൗത്യങ്ങൾ എന്തായിരുന്നുവെന്ന് ഖുർആൻ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കും എന്നൊക്കെയാണ് ഖുർആനെ പറ്റി പ്രസ്താവിച്ചതിൻ്റെ താല്പര്യം. മുഹൈമിൻ എന്ന വാക്കിനാണ് മേൽനോട്ടം നടത്തുന്നത് എന്ന് നാം അർത്ഥം കൽപ്പിച്ചത്. കാത്തു സൂക്ഷിക്കുന്നത്, വിശ്വസ്തത പാലിക്കുന്നത്, സാക്ഷ്യം വഹിക്കുന്നത്, വിധി കൽപ്പിക്കുന്നത് എന്നിങ്ങനെയും അതിന് അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ എല്ലാം തന്നെ തത്വത്തിൽ യോജിക്കുന്നതും ഖുർആന്റെ ഗുണവിശേഷങ്ങളും ആകുന്നു. ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥിതിക്ക് എല്ലാ കാര്യത്തിലും വിധി കൽപ്പിക്കുന്നതും തീരുമാനം നിശ്ചയിക്കുന്നതും ആ ഗ്രന്ഥം അനുസരിച്ച് മാത്രമായിരിക്കണം. അതിനെ വിട്ടേച്ച് മുൻ ഗ്രന്ഥങ്ങളുടെ അനുയായികളായ വേദക്കാരുടെയോ മറ്റോ തന്നിഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കരുത്. അതിലൊന്നും അവരെ അനുസരിക്കുകയും ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. ഈ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് പ്രത്യക്ഷത്തിൽ ഉള്ളതെങ്കിലും മുസ്ലിം സമുദായത്തെ പൊതുവിലും പണ്ഡിതന്മാരെയും വിധികർത്താക്കളെയും വിശേഷിച്ചും ബാധിക്കുന്നതാണെന്ന് പറയേണ്ടതില്ല. യഥാർത്ഥമായ മതവിധികൾക്കെതിരായി ജനങ്ങളുടെ അഭിലാഷവും ആവശ്യവും അനുസരിച്ച് മതവിധികൾ നൽകുന്നവരും മതപ്രമാണങ്ങളെ അപ്രകാരം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവരും അള്ളാഹുവിന്റെ ഈ കൽപ്പന ലംഘിക്കുന്നവരത്രേ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഖുർആൻ അതിന്റെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ എല്ലാം ശരിവെക്കുന്നു. എല്ലാ നബിമാരും പ്രബോധനം ചെയ്തിട്ടുള്ളത് ഒരേ മതവുമാണ്. എന്നിരിക്കെ നിയമ നടപടികളിലും ആചാരാനുഷ്ഠാന മുറകളിലും എല്ലാ സമുദായവും പൂർണ്ണമായും ഒരേ പ്രകാരത്തിലായിരിക്കേണ്ടതല്ലേ? അനുഭവത്തിൽ അങ്ങനെയല്ലല്ലോ ഉള്ളത് എന്നൊരു സംശയത്തിന് അവകാശമുണ്ട്. അതിനുള്ള മറുപടി എന്നോണം രണ്ടു കാര്യങ്ങൾ അള്ളാഹു ഉണർത്തുന്നു. ഒന്ന്, നിങ്ങളിൽ എല്ലാവർക്കും ഓരോ സമുദായത്തിനും തന്നെ ഓരോ നിയമ നടപടിക്രമവും ഓരോ തുറന്ന കർമ്മമാർഗവും നാം ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ. അതായത് മൗലിക തത്വങ്ങളും മൂല സിദ്ധാന്തങ്ങളും ഒന്നു തന്നെ. പ്രായോഗിക ജീവിതത്തിൽ അവയെ സാക്ഷാത്കരിക്കുന്നതിനായി ഓരോ സമുദായത്തിനും അതാതിൻ്റെ ബുദ്ധിപരവും മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്കും കാലദേശ പരിതസ്ഥിതികൾക്കും അനുസരിച്ച് ഓരോ നിയമ നടപടിക്രമവും ശിർഅത്ത്, ഓരോ വ്യക്തമായ കർമ്മമാർഗവും മിൻഹാജ് നാം നിശ്ചയിച്ചു വെച്ചതാണ്. എന്നല്ലാതെ മൂല്യങ്ങളിലോ അടിസ്ഥാനങ്ങളിലോ ലക്ഷ്യങ്ങളിലോ അവയൊന്നും വിഭിന്നമല്ല എന്ന് സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും റഹിമഹുമല്ലാഹ് ഉദ്ധരിക്കുന്നു. പ്രവാചക സമൂഹങ്ങളാകുന്ന ഞങ്ങൾ പല മാതൃവഴിക്കുള്ള സഹോദരങ്ങളാകുന്നു. ഞങ്ങളുടെ മതം ഒന്നത്രേ. ഹദീസ് അവസാനിച്ചു. നിങ്ങളെ ഒരേ സമുദായമാക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. എങ്കിലും അവനത് ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് ഓരോ സമുദായത്തിനും അവൻ നിശ്ചയിച്ചു തന്നിട്ടുള്ളതിൽ നിങ്ങൾ എന്തു നില കൈക്കൊള്ളുന്നുവെന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാകുന്നു എന്ന് അള്ളാഹു അറിയിക്കുന്നു. അതെ, എല്ലാവർക്കും ഒരേ തരത്തിലുള്ള നിയമക്രമവും ആചാരമാർഗവും നിശ്ചയിച്ചുകൊണ്ട് മനുഷ്യരെ മുഴുവനും ഒരൊറ്റ സമുദായമാക്കി തീർക്കുവാൻ അള്ളാഹുവിന് കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ അങ്ങനെയല്ല അവൻ ഉദ്ദേശിച്ചത്. ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഓരോ കൂട്ടർക്കും ഓരോ ക്രമവും മാർഗവും നിർദ്ദേശിച്ചു കൊടുക്കുക. എന്നിട്ട് അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആരാണ് ലക്ഷ്യത്തിലേക്ക് കൂടുതൽ മുന്നേറി വരുന്നതെന്നും ആരാണ് കൂടുതൽ വിജയം വരിക്കുന്നവരെന്നും ഒരു പരീക്ഷണം നടത്തുക. ഇതാണ് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനുഷ്യവർഗത്തിന്റെ സാക്ഷാൽ ജീവിത വിജയം നിലകൊള്ളുന്നത് അള്ളാഹുവിന്റെ പ്രീതിയിലും പരലോക നന്മയിലുമാണല്ലോ. അതിനുള്ള ഏക മാർഗം അവന്റെ ഏകത്വവും പരമാധികാരവും സമ്മതിച്ചുകൊണ്ടും അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടും ജീവിക്കലുമാകുന്നു. ഈ സ്ഥിതിക്ക് മനുഷ്യരെല്ലാം എന്തുകൊണ്ട് ഒരേ സമുദായമായില്ല, എന്തുകൊണ്ട് ഒരേ കർമ്മ പദ്ധതിയും നിയമസംഹിതയും നൽകപ്പെട്ടവരായില്ല എന്ന് ചോദ്യം ചെയ്യുകയോ തർക്കിക്കുകയോ അല്ല നിങ്ങൾ വേണ്ടത്. സൽക്കർമ്മങ്ങളും സന്മാർഗനിഷ്ഠയും വഴി ഓരോ കൂട്ടരും മറ്റവരെ മുൻകടക്കണമെന്ന ഉത്സാഹത്തിൽ വീറോടുകൂടി മുന്നേറുവാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്നത്രേ നിങ്ങൾ നല്ല കാര്യങ്ങളിലേക്ക് വാശിയോടെ മുന്നോട്ട് വരുവിൻ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. ഓരോ കൂട്ടരും ഏത് നില കൈക്കൊണ്ടിരുന്നാലും എല്ലാവരും തിരിച്ചു വരുന്നത് അള്ളാഹുവിങ്കലേക്കാണല്ലോ. അപ്പോൾ ഓരോ കൂട്ടരും സ്വീകരിച്ച നിലപാട് എന്തായിരുന്നുവെന്ന് അവരെ ശരിക്കും ബോധ്യപ്പെടുത്തിക്കൊണ്ട്
അവൻ നടപടി എടുത്തുകൊള്ളുന്നതുമാണ് എന്നും അവസാനമായി എല്ലാവരെയും അള്ളാഹു താക്കീത് ചെയ്യുന്നു. വലൗ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങളെ അവൻ ഒരേ സമുദായമാക്കുമായിരുന്നു. എങ്കിലും നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളെ പരീക്ഷണം ചെയ്യുവാൻ വേണ്ടിയാണ് എന്ന വാക്യങ്ങളുടെ വ്യാഖ്യാനം എന്ന നിലക്ക് ചില ആളുകൾ ഇവിടെ എഴുതി കാണുന്ന ഒരു വിവരണം കാണുമ്പോൾ ആശ്ചര്യം തോന്നിപ്പോകുന്നു. അത് വായിക്കുന്ന മാത്രയിൽ തന്നെ നിഷ്പക്ഷ ഹൃദയമുള്ള ഏതൊരാൾക്കും ആ വിവരണത്തിന്റെ പിന്നിലുള്ള മനസ്സിരിപ്പ് എന്താണെന്ന് ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ചിന്ത, കഴിവ്, വാസന മുതലായവയിൽ മനുഷ്യർ വ്യത്യസ്തരാണ്. സർവജ്ഞനായ അള്ളാഹുവിന്റെ ഒരു തന്ത്രമാണിത്. ഈ വ്യത്യസ്തതയിൽ നിന്നേ മനുഷ്യ ജീവിതം അഭിവൃദ്ധിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പുരോഗമന വാഞ്ചയും പരസ്പരം മുൻകടക്കുവാനുള്ള ഔത്സുക്യവും മനുഷ്യരിൽ ഉണ്ടാക്കി തീർക്കേണ്ടതിന് പല തന്ത്രങ്ങളും അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മനുഷ്യർ ഇന്നത്തെ നിലയിൽ എത്തിച്ചേരുകയില്ലായിരുന്നു. മലക്കുകൾ തുടങ്ങി പക്ഷി മൃഗാദികൾ വരെയുള്ളവയെല്ലാം എക്കാലത്തും ഒരേ അവസ്ഥയിൽ നിലകൊള്ളുന്നു. പുരോഗമന വാഞ്ചയും അതിനുള്ള കഴിവും അവർക്കില്ല. ഇത് മനുഷ്യനാണുള്ളത്. ഈ അനുഗ്രഹമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള മേൽ ചൂണ്ടിക്കാട്ടിയ ആ കഴിവുകളിൽ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണത് എന്നത്രേ ലിയബ്ലുവക്കും ഫീമ ആതാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്ന വാക്യത്തിന്റെ അർത്ഥം. ഇതാണ് അവരുടെ വാക്കുകളിലൂടെ തന്നെ ആ വിവരണത്തിന്റെ രീതി. ഈ വിവരണത്തിന്റെ സൗകര്യാർത്ഥം ഖുർആന്റെ വാക്കുകളുടെ അർത്ഥത്തിൽ പോലും ഇവർ കൈക്കടത്തിയിരുന്നു. ലജഅലകും ഉമ്മതൻ വാഹിദതൻ, നിങ്ങളെ അവൻ ഒരേ സമുദായം ആക്കുമായിരുന്നു എന്ന വാക്കിന് നിങ്ങളെയെല്ലാം അവൻ പക്ഷി മൃഗങ്ങളെ പോലെ ഒരേ സമുദായമാക്കി നിർത്തിപ്പോരുമായിരുന്നു എന്നും, ഫീമ ആറ്റാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ തന്നിട്ടുള്ളതിൽ എന്ന വാക്കിന് നിങ്ങൾക്ക് തന്നിട്ടുള്ള കഴിവുകളിൽ എന്നുമാണ് അവർ കൊടുത്തു കാണുന്ന അർത്ഥം. അല്പമെങ്കിലും അറബി അറിയുകയും ഈ വാക്യങ്ങളുടെ മുമ്പും പിമ്പുമായി ഇതേ വചനത്തിൽ തന്നെയുള്ള മറ്റു വാക്യങ്ങൾ ഗൗനിക്കുകയും ചെയ്യുന്ന ഏതൊരാളും നിശ്ചയമായും ഇത് കാണുമ്പോൾ വിസ്മയിച്ചു പോകും. എന്തോ ചില താല്പര്യങ്ങൾ ഖുർആന്റെ പേരിൽ വെളിക്കിറക്കുവാൻ കൽപ്പിച്ചുകൂട്ടി ചെയ്ത ഒരു കുതന്ത്രമാണിത് എന്നുള്ളതിൽ ആരും സംശയിക്കയില്ല. ആ വിവരണത്തിലെ ഭാഷ പോലും സത്യവിശ്വാസികളായ ആളുകളെ വിസ്മയിപ്പിച്ചു പോകും. ഇവരുടെ പ്രസ്താവനയിൽ അടങ്ങിയ ആശയത്തെക്കുറിച്ച് നാം ഒന്നും പറയുന്നില്ല. പക്ഷേ അതും അള്ളാഹു പറഞ്ഞ ആ വാക്യങ്ങളും തമ്മിൽ ആശയപരമായി യാതൊരു ബന്ധവുമില്ലെന്ന് മേൽ വിവരിച്ചതിൽ നിന്നും ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥത്തിൽ നിന്നും ആർക്കും വ്യക്തമാകുന്നതാണ്. അള്ളാഹു നമുക്കെല്ലാം സത്യത്തെ സത്യമായി കാണുവാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.